എംജിങ്ങളെ എന്താണ് ഞാൻ ഇന്ന് എംജിങ്ങളുടെ സ്വപ്നം കണ്ടു. കിടക്കാച്ചി പാട്ട് കൊണ്ട് വന്നേ. എനിക്ക് അങ്ങനെ ഒരു കിടക്കാച്ചി എനിക്കറിഞ്ഞൂടാ. എവിടെങ്കിലും കാണും ഒരു കിടക്കാച്ചി. മക്കളെ നമുക്ക് 10 മില്യൺ ഒന്നും അല്ല. നമ്മൾ 10 മില്യൺ ഒക്കെ വെറും ചെറുത്. വേറെ ഉണ്ട്, ഇത് ചെറുത്. വേറെ നമ്മളൊക്കെ 30 മില്യൺ ആണ്. പിന്നെ എന്റെ അണ്ണൻ എവിടെ? അണ്ണന് വയ്യ അവിടെ ഇരിക്കുന്നു. അതെ, എനിക്കൊരു റീൽ ചെയ്യണം കേട്ടോ. പുതിയ എന്തെങ്കിലും നമുക്ക് റെഡി ആക്കണം. ഞാൻ നിന്നെ എപ്പോഴേ കട്ട് മക്കളെ ആര് കട്ട് ചെയ്താലും നമ്മളിപ്പൊ ചെയ്യും. റിഹേഴ്സൽ നടക്കുന്നതിനിടെ ചെയ്യും. എന്താടാ പൊന്നെ? എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഏതാ ഡ്രസ്സാണോ? വേണോടാ നിനക്ക്? നല്ല രസമുണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, മാമിന്റെ നല്ല സാരി ഉടുത്തിരിക്കുന്നതാണോ അത് ഇതുപോലത്തെ ഡ്രസ് ഇടുന്നതാണോ കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ? ഇതാ നിങ്ങൾക്ക് കാണാൻ ഏതാ ഇഷ്ടം? കണ്ണടയൊക്കെ വെച്ചപ്പല്ലേ അപ്പൊ നമ്മളും ബന്ധക്കാരാ. ആ പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മള് ഇത് റീൽ ചെയ്യാൻ പോകുന്ന വേറെ, അത് 30 മില്യൺ. പിന്നെ ഞങ്ങള് ബന്ധുക്കളും കൂടെ ആയി. മൂത്ത അച്ഛനായി ഞാൻ. അങ്ങനെയാണ് ഞാൻ ഐറിസുമായിട്ട് ഒരു റീൽ ഉടനെ വരുന്നതായിരിക്കും. 50 മില്യൺ. നീ പോടാ, ഞങ്ങള് 1 crore വ്യൂസ് കിട്ടുന്ന ഞങ്ങള്. എന്റെ കുഞ്ഞമ്മയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നുണ്ട്. എടാ, നീ എന്റെ എനിമി അല്ലെങ്കിൽ എനിമി അല്ലാന്നുണ്ടെങ്കിൽ മാത്രം, ശത്രുത ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഉമ്മ വന്നിട്ട് പോയാ മതി. ഇഷ്ടമുണ്ടെങ്കിലേ, ഇഷ്ടമില്ലെങ്കിൽ വരില്ലേ? അല്ല, ഞാൻ പിണങ്ങണോ വേണ്ടേ അത്ര ആലോചിച്ചാ മതി. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇഷ്ടമില്ലെങ്കിൽ തരണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ കൈ മാറ്റിട്ട് തരണം. എന്നാ അവിടെ ഇരുന്നോളെ. ഞങ്ങള് റീൽ ചെയ്യുന്ന 30 മില്യൺ. മിനുട്ടി, എന്തോ എനിക്ക് തോന്നുന്നു റിമുവിന് ഇപ്പൊ ഒരു മെലഡി പാട്ട് കേൾക്കണം ആഗ്രഹം. സത്യം, ആ ആഗ്രഹം നമ്മളിപ്പോ സാധിക്കാൻ പോവാണ്. മെലഡി റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം പാറക്കുട്ടി. ഈ വരവ് കാണുമ്പോൾ ചില ചേച്ചിമാര് റോഡ് ക്രോസ് ചെയ്ത് ഭയങ്കര തിരക്കുള്ള ഹൈവേയിലൊക്കെ വീട്ടിലെ വരാന്തയിലൂടെ നടക്കുന്ന പോലെ വളരെ കൂളായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥ. വണ്ടി ഇടിച്ചാൽ എന്ത് ഇടിച്ചില്ല, വണ്ടി വേണേ നിങ്ങൾ നിർത്തിക്കോ, എനിക്ക് എന്റെ ജീവൻ ഒരു പ്രശ്നമില്ല. നടന്നാൽ നിങ്ങൾ ഗുണ്ട നടക്കുന്ന പോലെ എന്നാൽ ഇത്രയും പേര് എന്നാലും ഇത്രയും കച്ചറയല്ല. അതെ, അവിടെ പോയി, അവിടെ ഫ്ലാറ്റ് കച്ചറ പുറകിലിരിക്കുന്നു. അടുത്ത സീസണിലേക്ക് പറഞ്ഞാലും ചേച്ചി കച്ചറയാ, ഇതേ പറയുള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫൈറ്റിങ്? ലേറ്റസ്റ്റ് എന്തെങ്കിലും വഴക്കിനെ പറ്റി? അങ്ങനെ ലേറ്റസ്റ്റ് എന്ന് ചിന്തിക്കണ്ട. ഇപ്പൊ ഒരു സെക്കൻഡ് മുന്നേ അങ്ങനെയാണ്. ഇത് ഇവിടെ കേറുമ്പോ മാത്രമില്ല അല്ലേ, ഗുണ്ട ഇരിക്കുന്ന. മക്കളെ ഏത് പാട്ടാ? മംഗളങ്ങളായിരുന്നു. സൂപ്പർ സോങ്. ഇതും ശരത് സാറിന്റെ പാട്ടാണ് അല്ലേ? ക്ഷണക്കത്ത്. ഡീറ്റെയിൽസ് പറയും. ബാക്കി ലിറിക്സ് കൈതപ്രം സാർ, പിന്നെ പാടിയത് ദാസേട്ടൻ. ചിത്ര ചേച്ചിന്റെ വെർഷനാണ് ഞാൻ പാടിച്ചത്, ദാസേട്ടൻ. പിന്നെ ഇയർ 1990. നല്ലൊരു പാട്ട്. വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? പിന്നെ ഇവിടെ ഒരാള് റിമി മാമിന്റെ വലിയൊരു ഫാനാ. അത് ആരത്? ഇവിടെ ഒരാള് ആരായിരിക്കും? എന്റെ അനിയത്തിയാണ്. പിന്നെ ചക്കരയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കും. ഫോണിപ്പോ എടുത്ത് നോക്കി എന്റെ പാട്ടിനെക്കാട്ടും കൂടുതൽ റിമിട്ടോമേ നാണമായി അതിന്. ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോവും മിക്കവാറും. എന്റെ പേരടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒരു വാവേനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ അല്ലേ, അത് കണ്ടിട്ട് റിമി മാമിന് ശരിക്കും വാവുണ്ട്, നല്ല പാട്ടില്ലേ കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.